അധിക ജോലി അടിച്ചേൽപ്പിച്ച് സമര തെരഞ്ഞെടുപ്പ് കേരള നാട്ടിൽ നടക്കുമ്പോൾ പേര് പറഞ്ഞ് കാറിൽ കറങ്ങി നടന്ന് AC റൂമിൽ കുത്തിയിരുന്ന് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ വിഷയങ്ങൾ ഒന്നും പോലും കേൾക്കാതെ ജീവനക്കാരെ ദ്രോഹിക്കും അധികാരികളെ മൂരാച്ചികളെ കേന്ദ്രത്തിന്റെ തിട്ടൂരങ്ങൾ കേരള നാട്ടിൽ നടപ്പിലാക്കാൻ ജീവനക്കാരെ കയ്യിൽ വെട്ടി നോക്കിയിരിക്കാൻ ഗുജറാത്തല്ല കേരളമാണെന്നോർത്തോളൂ സംസ്ഥാനത്തെ ജീവനക്കാരെ പതുക്കെ നടന്നോ പതുക്കെ മുമ്പോട്ട് നടന്ന് മൂവ്മെന്റ് വെച്ച് ഞങ്ങളുടെ പ്രിയ അനീഷ് ജോർജിന് കൊല്ലം പരിഷ്കാരം ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന അവസാന തീയതിയായ ഡിസംബർ 4-നകം ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടപ്പിലാക്കാവുന്ന ഒരു സ്ഥിതിയിലുമല്ല സംസ്ഥാനത്തെ ബൂത്ത് ലെവൽ ഓഫീസർമാർ. മിക്കവാറും ബൂത്തുകളിൽ 1500-ലധികം വോട്ടർമാരുണ്ടാവും. 1500-ലധികം വോട്ടർമാർക്ക് 2 ഫോറം വെച്ച് 3000 ഫോറം 48 മണിക്കൂറിനകം വിതരണം ചെയ്തതിന് ശേഷം അവരുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിരിക്കണമെന്നാണ് ഈ ഇലക്ഷൻ ഉദ്യോഗസ്ഥർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. കളക്ടറേറ്റിൽ നിന്നും വാട്സാപ്പുകളിലൂടെ നൽകുന്ന നിർദ്ദേശം. ഫോണിൽ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ രാത്രി 8 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾ വാർഡിലുണ്ടോ, കളക്ടർ അവിടേക്ക് വരാൻ പോകുന്നു എന്നുള്ള ഒരു ഭീഷണി സന്ദേശമാണ് ഈ BLOമാർക്ക് കൊടുക്കുന്നത്. ജീവനക്കാരൻ ഇങ്ങനെ ചത്ത് പണിയെടുത്ത് എന്തിനു വേണ്ടിയാണ്? താൻ ചത്ത് മീൻ പിടിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ജീവനക്കാരന് എന്തിൻ്റെ പേരിലാണ് ഇത്തരം പീഡനത്തിനും ഭീഷണിക്കും വിധേയമാക്കുന്നത്? ജീവനക്കാരന് അച്ചടക്ക നടപടിയെടുക്കുമെന്നുള്ളതാണ് ഭീഷണി. സമയത്ത് പൂർത്തിയാക്കിയില്ല എങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ 1500 പേർക്ക് ഇത് കൊടുക്കുക. ഒരു ദിവസം പരമാവധി 20 വീടുകൾക്ക് മാത്രമേ കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ 20 വീടുകൾ മാത്രം കവർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ എങ്ങനെയാണ് 48 മണിക്കൂർ കൊണ്ട് 1500 പേർക്ക് ഫോം കൊടുത്ത് അപ്ലോഡ് ചെയ്യുക എന്നുള്ള TDS ആയിട്ടുള്ള വളരെ ദുഷ്കരമായിട്ടുള്ള ചുമതലയാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് നൽകിയിരിക്കുന്നത്. 750 പേർക്ക് ഒരു ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറഞ്ഞൊരു തീരുമാനത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ എത്തണം. ഒപ്പം തന്നെ ഓരോ ബൂത്ത് ലെവൽ ഓഫീസർക്കും 2 സഹായികളെ നൽകണം. അങ്ങനെ 3 പേരടങ്ങുന്ന ഒരു ടീമായിരിക്കണം ഈ റിവിഷന് വേണ്ടി നിയോഗിക്കേണ്ടത് എന്നുള്ളതാണ് സർക്കാർ ജീവനക്കാരായ ഞങ്ങളുടെ ആവശ്യം. കേരളത്തിലെ ജീവനക്കാര് വിലയ്ക്ക് കൊടുക്കുന്ന ഈ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വളരെ ദാരുണമായി ഈ കേരള നാട് ഒരിക്കലും കേൾക്കേണ്ടിയില്ലാതിരുന്ന, കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്ത നമ്മുടെ ചെവികളിലേക്ക് എത്തിയത്. ഈ നാട്ടിലെ കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും എന്ന് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും ഈ ജീവനക്കാരെ സ്നേഹിക്കുന്നവരും ശക്തിമത്തായിട്ടുള്ള പ്രതിഷേധം ഉയർത്തുകയാണ്. ഈ നാട്ടിൽ എല്ലായിടത്തും ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസുകൾക്ക് മുമ്പിൽ ഉജ്ജ്വലമായിട്ടുള്ള ഈ പ്രതിഷേധ മാർച്ചുകൾ നടന്നു വരികയാണ്. ഈ സമയം, ഈ ഘട്ടത്തിൽ കേരളത്തിലെ ചീഫ് ഇലക്ഷൻ
ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ കേരളത്തിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും സംഘടനകൾ ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിലും അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ നേതൃത്വത്തിലും നടത്തിയിട്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ പ്രതിഷേധ മാർച്ചിൽ ആക്ഷൻ കൗൺസിലിന്റെയും അതുപോലെ തന്നെ സമരസമിതിയുടെയും സംസ്ഥാന നേതാക്കന്മാർ സംബന്ധിക്കുന്നുണ്ട്. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ആക്ഷൻ കൗൺസിലിന്റെ സംസ്ഥാന നേതാവും എഫ്എസ്സിറ്റിയുടെ സംസ്ഥാന ട്രഷററും അതുപോലെ KGയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് ഷാജഹാനാണ്. പ്രതിഷേധത്തിന്റെ മുന്നിൽ അണിനിരന്നിരിക്കുന്നത്. ഈ വിഷയത്തെ നിസ്സാരവൽക്കരിക്കാൻ ആരെങ്കിലും പരിശ്രമിച്ചാൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും അതങ്ങനെ അംഗീകരിച്ചു തരുമെന്ന് ആരും ധരിക്കേണ്ടതില്ല. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത അനീഷ് ജോർജിന്റെ മരണം നിസ്സാരവൽക്കരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് സംസ്ഥാന ഇലക്ഷൻ ഓഫീസറും കണ്ണൂർ ജില്ലാ കളക്ടറുമെല്ലാം നടത്തുന്നത് എന്ന് ഇന്നത്തെ പത്രപ്രസ്താവനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇത്ര വലിയ പ്രതിഷേധം ഉയർത്തിയത് എന്നതിനെ സംബന്ധിച്ച് ഗൗരവതരമായ പരിശോധന നടത്തേണ്ടതില്ലേ? SIR പരിഷ്കരണം ഇന്ത്യയിൽ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് രാഷ്ട്രീയ വംശഹത്യയെന്നാണ്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ വംശഹത്യക്ക് സാധ്യതയുണ്ടോ എന്നുള്ള പരീക്ഷണമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നത്. അത് അത്ര പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകളെ പുറന്തള്ളാം എന്ന് കരുതിയാൽ അത് എത്ര പെട്ടെന്ന് സാധ്യമാക്കാം എന്ന് നിങ്ങൾ ധരിക്കരുത്. അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തു. ആരാണ് അതിന്റെ പ്രതി? ചില ന്യായീകരണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ വിഷയത്തെ നിസ്സാരവൽക്കരിക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കുകയാണ്. ഇന്നലെ സംസ്ഥാന ഇലക്ഷൻ ഓഫീസർ മാധ്യമങ്ങളോട് ഒരു കണക്ക് പറഞ്ഞു. ഞങ്ങൾ ആ കണക്കുകളെ ചോദ്യം ചെയ്യുകയാണ്. ആ കണക്കുകൾ നിരത്തി ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. സംസ്ഥാന വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഫോം വീടുകളിലേക്ക് വിതരണം ചെയ്യുന്നത് 94% കഴിഞ്ഞു എന്ന് സംസ്ഥാന ഇലക്ഷൻ ഓഫീസർ യാതൊരു ലജ്ജയുമില്ലാതെ പറയുമ്പോ കണക്കുകൾ തിരിച്ചുകൊണ്ട് പറയുന്നു നിങ്ങൾ പറയുന്ന അവകാശവാദം തെറ്റാണ് എന്ന് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പറയുകയാണ്. എന്താണ് നിങ്ങളുടെ കണക്ക്? നിങ്ങൾ ആരെ പറ്റിക്കാനാണ് ഈ പ്രവർത്തനം നടത്തുന്നത്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ നിങ്ങൾക്ക് ഭയമാണ് എങ്കിൽ, കേന്ദ്ര ഭരണക്കാരെ നിങ്ങൾ ഭയക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ പറയണം. അനീഷ് ജോർജിന്റെ മരണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും തയ്യാറാകണമെന്ന് ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. 94% ഫോമുകൾ വിതരണം ചെയ്തു എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഭയന്നിട്ടാണ്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല കേരളം തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നത്. 2024 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കേണ്ട പട്ടിക പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് കേരള സമൂഹം ഒന്നായി സ്വാഗതം ചെയ്യും. പക്ഷെ എന്തിനാണ് ഇത്ര തീവ്രമായ നിലപാടുകൾ സ്വീകരിച്ച് തീവ്ര പരിഷ്കരണം നടത്താൻ നിങ്ങൾ തയ്യാറാകുന്നത്? ഒരു കൂടാത്ത ഉദ്ദേശം നിങ്ങൾക്കുണ്ട്. കേരളത്തിൽ വോട്ടർ പട്ടികയിൽ അംഗമായിരിക്കുന്ന ആളുകളെ വ്യാപകമായി പുറന്തള്ളിക്കാൻ സംബന്ധിച്ചിടത്തോളം, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്നലെ നാം കേട്ടത്. നമ്മുടെ രാജ്യത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ജനദ്രോഹ നടപടികൾ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, പൗരത്വ നിയമ ഭേദഗതി. രണ്ടാമത്തേത് ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നുള്ള നിലയ്ക്ക് തീവ്ര പരിശോധന, വോട്ടർ പട്ടിക തീവ്ര പരിശോധന എന്നുള്ള നിലയ്ക്കുള്ള പ്രവർത്തനവുമാണ് നടക്കുന്നത്. വോട്ടർ പട്ടിക തീവ്ര പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയ്ക്ക്, അതിന്റെ താഴെ തട്ടിലുള്ള നിർവഹണ ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് BLOമാരാണ്. ബൂത്ത് ലെവൽ ഓഫീസർമാരായിട്ടുള്ള ഏകദേശം വരുന്ന 26,000 വരുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാർ. ആ ബൂത്ത് ലെവൽ ഓഫീസർമാരെ കൊണ്ട് അവരെ കൊണ്ട് രാവെന്നോ പകലെന്നോ ഇല്ലാതെ, സന്ധ്യയെന്നോ പ്രഭാതമെന്നോ ഇല്ലാതെ അവിടെ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തുമ്പോൾ ആ ജോലിയും മാനസിക സംഘർഷവുമാണ് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ഒരു പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്തിലെ ആ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് മാറിയത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എങ്ങനെയാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കണം. BLOമാരെ സംബന്ധിച്ചിടത്തോളം 2025 നവംബർ മാസം 4 തീയതി മുതൽ ഡിസംബർ മാസം 4 തീയതിക്കുള്ളിൽ ഇത്രയും വരുന്ന പ്രദേശത്താകെ തന്നെ, ഈ കേരളത്തിലാകെ തന്നെയുള്ള
കേരളത്തിലാകെ തന്നെയുള്ള എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ട് അവർക്ക് ഫോറം കൊടുക്കുകയും ആ ഫോറം കൊടുത്ത് ഫോറം പൂരിപ്പിച്ച് വാങ്ങിക്കുകയും ആ ഫോറം പൂരിപ്പിച്ച് വാങ്ങിച്ച് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയ പൂർത്തീകരിക്കണമെന്നുള്ള ഒരു ടാസ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ആ ടാസ്ക് ഏറ്റെടുക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ ബിഎൽഒമാരുടെ അനുഭവം പറയുകയുണ്ടായി. ഞങ്ങൾ അന്വേഷിക്കുകയുണ്ടായി. ബിഎൽഒമാർ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 1000-ലധികം വീടുകൾ ഞങ്ങൾക്ക് കയറാനുണ്ട്. ഒരു ബിഎൽഒയെ സംബന്ധിച്ചിടത്തോളം ആ ബിഎൽഒ ആ ഫോറം കൊടുക്കണമെങ്കിൽ ഒരു വീട്ടിൽ 20 മിനിറ്റിനപ്പുറം വേണമെന്നുള്ളതാണ്. എങ്ങനെയാണ് മിനിറ്റ് ആകുന്നത്? ഒന്നാമത്തേത്, ഇന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിന്റെ ഉത്സവമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഗ്രാമീണ മേഖലയിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെക്രട്ടേറിയറ്റ് ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അതുകൊണ്ട് തന്നെ അവരുടെ സെക്രട്ടേറിയറ്റിലേക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ, ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ അവർ ആശങ്കപ്പെടുന്നത് ഞങ്ങളുടെ പേര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ നിന്നും വെട്ടിമാറ്റപ്പെടാൻ പോകുന്നു. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ 10 മിനിറ്റ്. രണ്ടാമത്തത്, എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വീണ്ടും 10 മിനിറ്റ്. മൂന്നാമത്തേത്, അതിനകത്ത് വെളിയിൽ 3 ഗേറ്റ് ഉണ്ടാവും. ആ 3 ഗേറ്റില് ബെല്ലടിച്ച് ആ വെയിലും കൊണ്ട് മഴയും കൊണ്ട് വെളിയിൽ കാത്തു നിന്ന് അവിടുന്ന് പെർമിഷൻ കിട്ടി വീട്ടിനകത്തേക്ക് കയറണമെങ്കിൽ വേണം 10 മിനിറ്റ്. അങ്ങനെ 10 അങ്ങനെ 20-30 മിനിറ്റ് എടുത്ത് ഒരു വീട്ടില്